തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 വോട്ടുകൾ ചേർത്തുവന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ സമഗ്ര അന്വേഷണം വേണമെന്ന UDF-ഉം LDF-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. അറസ്റ്റും ഭീഷണിയും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തെ മോദി ഭരണകൂടത്തിന് തടയാനാകില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം 4-5 വർഷമായി വർദ്ധിച്ചു വരികയാണെന്നും VD സതീശൻ. കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം സ്തംഭിച്ച ദേശീയപാത അമ്പലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. റാപ്പർ ബാൻഡിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. പെരുവല്ലൂർ പൂച്ചക്കുന്ന് വീട്ടമ്മ ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പോത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. പുലിപ്പേടിയിൽ അതിരപ്പിള്ളിയും സമീപ പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർക്കുന്നിൽ വീട്ടിലെ CCTV-യിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 9 വോട്ടുകൾ കൂടുതലായി തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച പരാതി നൽകിയതായും പ്രസന്ന അശോകൻ TCV-യോട് പറഞ്ഞു. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ട് ഉണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവ ആര് എങ്ങനെ ചേർത്തുവെന്ന് അറിയില്ലെന്നും പ്രസന്ന വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ തൃശൂരിൽ ക്രമക്കേട് നടന്നെന്ന UDF-ഉം LDF-ഉം ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് ഉടമ അറിയാതെ 9 വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന ക്യാപിറ്റൽ വില്ലേജിലെ ബ്ലോക്ക് 2-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ബ്ലോക്ക് 2-ലെ 4C ഫ്ളാറ്റ്, തൃശൂർ കോർപ്പറേഷൻ, വാർഡ് നമ്പർ 1, കെട്ടിട നമ്പർ 1780, 4C എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നത് ഈ വീട്ടുടമയിൽ നിന്നാണ്. ഈ വീട്ടുടമ അറിയാതെ 9 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പ്രസന്നയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇത് ഏത് സമയത്താണ് വോട്ട് ചേർത്തത്? കഴിഞ്ഞ ഇലക്ഷനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ് ഇവിടെ പറഞ്ഞു കേട്ടത്. എത്ര പേരുകൾ ചേർത്തു? 9 ആളുടെ 10 ആളുണ്ട്. അതിൽ ഒരെണ്ണം എൻ്റെയാണ്. പിന്നെ 9 ആളുടെ വേറെ ആൾക്കാരാണ്. ഈ മറ്റ് 9 പേരുകൾ ചേർത്തു എന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷൻ്റെ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു? ഞാൻ പരാതി കൊടുത്തല്ല, ഇവിടെ പാർട്ടിക്കാർ വന്നിട്ട് ചോദിച്ചു, ഈ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഏത് പാർട്ടിയിലുള്ളവരാണ്? ഈ അനിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെയാണ് വന്നത്. 3-4 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൻ്റെ നമ്പറിൽ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, ഇവരെ പേരിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവരൊന്നുമില്ല, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇവരൊന്നും ഇതിലല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പരാതി കൊടുക്കാനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഈ ആൾക്കാരെയൊന്നും നമുക്ക് അറിയണതല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതെ അതെ ഈ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തിരുന്നോ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ മറ്റു 9 പേർ വോട്ട് ചെയ്തിരുന്നു എന്നറിഞ്ഞോ? അതറിയില്ല. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, പോലീസ് വരലൊക്കെ ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിൻ്റെ പേരിലാണ് ആൾക്കാർ വന്നേക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി. പോലീസ് വരലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത്രയുമാണ് വീട്ടുടമയായ പ്രസന്നയ്ക്ക് പറയാനുള്ളത്. താൻ അറിയാതെ 9 പേരാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അവർ വോട്ട് ചെയ്തോ എന്നുള്ളതും അറിയില്ല എന്ന് അവർ പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിലെ പ്രസന്ന അവർ പറഞ്ഞിരുന്ന അനിൽ വഴിയാണ് പരാതി നൽകിയത്. അനിലാണ് ഇത് കണ്ടെത്തി പരാതി നൽകിയത് എന്ന് പറയുകയുണ്ടായി. അനിൽ കൂടെ ചേരുകയാണ്. അനിൽ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ്. അനിലിന് എന്താണ് പറയാനുള്ളത് ഏകാം? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതായത് നമ്മൾ വോട്ട് ഇവർ ചിട്ട് ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഒരു 10-20 ദിവസം മുന്നെയാണ് ലിസ്റ്റ് വന്നത്, അഡീഷണൽ ലിസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് മനസ്സിലാവാത്തുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്ന് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ഈ പ്രസന്ന എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ 10 എണ്ണാണ് വോട്ടുള്ളത്. 10 സ്ലിപ്പാണ് കണ്ടത്. ഈ 9 പേരെയും അറിയില്ലെന്ന് അവർ പറഞ്ഞു. അതായത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഏത് വഴിയാണ്, ഏത് രീതിയിലാണ് ഈ വോട്ട് ചേർത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ സ്ത്രീയുടെ വോട്ട് ചേർക്കാനായിട്ട് അവർ ഇത് റെൻ്റൽ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. ആ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവർക്കും അറിയില്ല. ആ അഗ്രിമെൻറ്റ് വാങ്ങിച്ച് ആ അഗ്രിമെൻറ്റിൽ തന്നെ
ഇവരെ 9 ആളെയും ചേർത്ത്. ഇതിന് പിന്നിൽ ആരാണ്? ഏത് വിഭാഗം, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിച്ചെന്ന് കരുതുന്നു? BJP ആണ് 100% അത് ചെയ്തിട്ടുള്ളത്. ഈ 9 പേർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാൻ വന്നില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ 4 പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തലും കാര്യങ്ങളും ചാനലിൽ അറിയലും എല്ലാം കൂടിയായപ്പോൾ ഇവർ പേടിച്ചിട്ട് വരാണ്ടിരുന്നായിരിക്കാം. ഈ 9 പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, നമുക്ക് അറിയില്ല, എവിടെയെന്ന് തന്നെ അറിയില്ല. വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ ആരോപണം ദേശീയ തലത്തിൽ കത്തിപ്പടരുമ്പോൾ ഇതേ വിവാദം തന്നെയാണ് തൃശൂരിലും ഉയരുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിൽ ജനവിധി അട്ടിമറിച്ചതായും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ MP അവിടെ കാണാനില്ല. ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദേശമനുസരിച്ച് കാര്യങ്ങൾ നീക്കും. മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ 10 വോട്ടുകൾ ചേർത്തത് അന്വേഷിക്കണമെന്ന് BJP തൃശൂർ സൗത്ത് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ വ്യാപകമായി UDF ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്ന് യോഗം ആരോപിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറിമാരായി കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഭാവസ്ത്രം ധരിച്ച് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിൽ ബജ്രംഗദൾ പ്രവർത്തകരുടെ ആക്രമണം നേരിട്ട ഫാദർ ജോജോ വൈദ്യക്കാരന്റെ തൃശൂർ പാറയ്ക്കലിലെ വസതിയിൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകളാണ് ബജ്രംഗദൾ എന്ന പേരിൽ അഴിഞ്ഞാടുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നു. അവിടെ പുണ്യവാന്മാരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഒന്നും പ്രതിമ വയ്ക്കാൻ പാടില്ല, പ്രതിമ റിമൂവ് ചെയ്യണം, കുരിശ് വയ്ക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ്. ഒരു തരം ക്രിമിനലുകളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് ബജ്രംഗദൾ എന്നുള്ള പേരിൽ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഭ നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ച് കന്യാസിമാർക്കും വൈദികർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവർ ക്രിമിനലുകളെ പോലെ, വലിയ കുഴപ്പക്കാരെ പോലെ, രാജ്യദ്രോഹികളെ പോലെ നോക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു രാജ്യവ്യാപകമായി നടക്കുന്നൊരു വേട്ടയാടലാണ്. ക്രൈസ്തവർക്ക് നേരെയും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഒരു അക്രമവും നടത്താൻ പാടില്ല. ഇത് ഭരണഘടന അനുശാസിക്കുന്നതല്ല, ഭരണഘടന കൊടുക്കുന്ന സംരക്ഷണവർക്കുള്ളതാണ്. ചെയ്യാൻ പാടില്ല എന്ന് പറയണം. പക്ഷേ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്, വേട്ടയാടുക. യിലുള്ള ഫാദർ ജോജോയുമായി VD സതീശൻ ഫോണിൽ സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി BJP ആസൂത്രണം ചെയ്ത വോട്ടർ പട്ടിക തട്ടിപ്പ് കേരളത്തിൽ തൃശൂരിലാണ് നടപ്പിലാക്കിയത്. അതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് ഇതേക്കുറിച്ച് പരിശോധന നടത്തുകയാണ്. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ക്രമക്കേട് BJP കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. അറസ്റ്റും ഭീഷണിയും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം മോദി ഭരണകൂടത്തിന് തടയാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശ്ശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും രാഹുൽ ഗാന്ധി എടുത്തു കാണിച്ച് ഒറ്റമുറിയുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും
ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടി വയ്ക്കാൻ പറ്റില്ല. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ പേരിൽ അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും തടുത്തു നിർത്താൻ മോദി ഭരണകൂടത്തിനാവില്ല. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നിൽ അണിനിരക്കും. ഇന്ന് കാണിച്ച അറസ്റ്റ് കൊണ്ടൊന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും നേരിടാൻ കഴിയും. ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായി ജനാധിപത്യ ചേരിയുടെ പ്രതിരോധത്തിൻ്റെ വലിയ സമരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വലിയൊരു സമരമായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടം മാറുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. അതിന് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDF-ഉം പൂർണ്ണമായ പിന്തുണ അതിന് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ AICC-ക്കും KPCC-ക്കും പരാതി നൽകി. MP ജാക്സനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കാർളം, പൊറുത്തിശ്ശേരി, വേളുക്കര മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയ MP ജാക്സൺ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് പരാതിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലെ MP ജാക്സന്റെ സാന്നിധ്യം കരുവന്നൂർ വിഷയമടക്കം ഉന്നയിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാക്കും എന്നാണ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. BJP-യും LDF-ഉം ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ ശക്തമായ പ്രചരണമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുൻ KPCC സെക്രട്ടറി കൂടിയായ MP ജാക്സൺ പരിപാടികളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, VD സതീശൻ, ജോസഫ് ടാജറ്റ് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. രാവിലെ മുതൽ നീണ്ട വാഹനനിരയാണ് ആമ്പലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത്. ആമ്പലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾ പ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു. ഇതോടെ ആമ്പലൂർ കല്ലൂർ മേഖലയിലെ ഗതാഗതം താറുമാറായി. ആമ്പലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങി കടന്നു. ബസ്സുകൾ ആമ്പലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത്. ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരുവല്ലൂർ പൂച്ചക്കുന്നിൽ ബസ്സിൽ നിന്ന് വീണ വയോധിക മരിച്ചു. പുതോ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ചൊവ്വലൂപ്പടിയിലെ സുദൃഢം ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ് നളിനി. തിങ്കളാഴ്ച രാവിലെ ബസ്സിൽ പൂച്ചക്കുന്നത്ത് നിന്നും പൂവത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ കയറിയതിനു ശേഷം ഡ്രൈവർ സീറ്റിന് പിറകിൽ നിന്നിരുന്ന നളിനി ബസിന്റെ പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് തെറ്റി ബസിന്റെ മുൻഭാഗത്തെ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. ബസിന്റെ ഡോർ അടച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. ആനശല്യത്തിന് പിന്നാലെ പുലിപ്പേടിയിലായി അതിരപ്പിള്ളിയും സമീപ പ്രദേശങ്ങളും. 2 ദിവസം മുൻപ് വെറ്റിലപ്പാറ 14 വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുവിനെ കൊന്ന പുലി 3 ദിവസങ്ങളായി അതിന്റെ മാംസം ഭക്ഷിച്ച് തീർത്തതാണ് ജനങ്ങളെ അങ്കലാപ്പിലാക്കിയത്. പുതിയേടൻ സുരേന്ദ്രന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് പുലി വകവരുത്തിയത്. സുരേന്ദ്രന്റെ വീട്ടിലെ അസൗകര്യം മൂലം പശുവിനെ അയൽവാസിയായ സുരേഷ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് കെട്ടിയിട്ടത്. ആദ്യ ദിവസം തന്നെ പശുവിന്റെ പകുതിയിലേറെ ഭാഗം പുലി ഭക്ഷിച്ചിരുന്നു.
തുടർന്ന് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച വനപാലകർ അവശേഷിക്കുന്ന പശുവിന്റെ ഭാഗങ്ങൾ സമീപത്ത് തന്നെ വെക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതാണ് തൊട്ടടുത്ത 2 ദിവസങ്ങളിലായി പുലി എത്തി തിന്നുതീർത്തത്. 2ാം ദിവസം എത്തിയ പുലിയുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. തിങ്കളാഴ്ച രാവിലെ മാംസം ഭക്ഷിക്കാനെത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായുള്ള പുലിയുടെ വരവ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. 4 കിലോമീറ്റർ അകലെ പിള്ളപ്പാറയിൽ സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന നായയെ പുലി ആക്രമിച്ചതും വീട്ടുകാർ നോക്കി നിൽക്കുകയാണ്. ഏറെ കാലമായി വീട്ടുപറമ്പുകളിൽ എത്തുന്ന കാട്ടാനകളെ തുരത്താൻ രാത്രിയിൽ കാവലിരിക്കുന്ന നാട്ടുകാർ രാത്രിയായാൽ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. പുലികൾ എത്തിയ സ്ഥലങ്ങളിൽ കൂടുവെക്കണമെന്നാണ് ആവശ്യം. ഇതിനുള്ള മുന്നൊരുക്കത്തിലാണ് വനപാലകർ. TCV ന്യൂസ്, ചാലക്കുടി. ജനവാസ മേഖലയായ മറ്റത്തു പടിഞ്ഞാറ്റുമുറിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞത് ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കും. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ കതിരോല റോഡിലുള്ള കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് ഞായറാഴ്ച സന്ധ്യയ്ക്ക് ജീവിയുടെ ദൃശ്യം പതിഞ്ഞത്. യോഹന്നാനും ഭാര്യയും അമേരിക്കയിൽ മകന്റെ കുടുംബത്തോടൊപ്പമായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ക്യാമറാ ദൃശ്യങ്ങൾ അമേരിക്കയിലിരുന്ന് മൊബൈൽ ഫോണിലാണ് കണ്ടത്. തുടർന്ന് സമീപവാസിയായ മാധ്യമപ്രവർത്തകൻ പ്രസാദിനെ വിവരം അറിയിച്ചു. ഈ ക്യാമറയിലാണ് ഇന്നലെ രാത്രി 7:45 കൂടിയിട്ട് ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുലി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഗതി പാസ് ചെയ്യുന്നതായിട്ട് അവിടെ ഇരുന്ന് കണ്ട ദൃശ്യം എനിക്ക് അയച്ചു തന്നു. പ്രസാദ് വനംവകുപ്പ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യോഹന്നാന്റെ വീട്ടുമുറ്റത്തും പറമ്പിലും പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച പുലർച്ചെ ഈ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തതിനാൽ കാൽപ്പാടുകൾ കാണാൻ പ്രയാസമായിരിക്കുമെന്ന് വനപാലകർ പറഞ്ഞു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പ്രിഡേറ്റർ ആണെന്നുള്ള ഒരു സംശയം തോന്നുന്നുണ്ട്. രാത്രിയിലത്തെ വിഷൻ ആയതുകൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് നാട്ടുകാരുടെ ഒരു ഭയപ്പാട് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് അത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടി ഉടൻ തന്നെ ചെയ്യും. രാത്രി പട്രോളിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പെടണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനാണ് തീരുമാനം. രാത്രിയിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. TCV ന്യൂസ്, കൊടകര. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാള പഞ്ചായത്തിലെ കുരുവിലശ്ശേരി ചാമക്കാല റോഡിൽ പാമ്പ് ശല്യം രൂക്ഷം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പാമ്പുകൾ ഇവിടെ ഇഴഞ്ഞെത്തുന്നത്. 4 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന കുടുംബത്തിനും പരിസരവാസികൾക്കുമാണ് ഏറെ ആശങ്ക. ഇവരുടെ തൊട്ടടുത്ത പുരയിടം നിറയെ കാടാണ്. ഇവിടെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന വീട്ടിനുള്ളിലും പുറത്തും കാട് കയറിക്കിടക്കുന്നത് നീക്കം ചെയ്യുന്നില്ല. 10 വർഷം മുൻപ് താമസിക്കാൻ വരുമ്പോഴും കാടുകയറിയ സ്ഥലം ഇതുപോലെയുണ്ടെന്ന് ചെന്തുരുത്തി വീട്ടിൽ സരിത സുനിൽകുമാർ പറയുന്നു. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് 10 വർഷത്തോളമായി. അതിക്ക് മുമ്പേ തുടങ്ങി ഞങ്ങൾ വരുമ്പോൾ ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ ആൾ താമസം ഇല്ലാണ്ട് കിടക്കണോണ്ട് നിറച്ച് പാമ്പായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീടും ചെറുതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് സഹായം കൊണ്ട് കിട്ടി ഞങ്ങൾ പണിതേക്കണതാണ്. അപ്പോൾ ഇപ്പോൾ വീട് അകത്തേക്ക് പാമ്പ് വരില്ല. പക്ഷെ നമുക്ക് പുറത്ത് നന്നായിട്ട് പാമ്പിൻ്റെ നല്ല ശല്യമുണ്ട്. ആ വീട്ടിൻ്റെ ഉടമസ്ഥർ ആരാണെന്നോ അറിയില്ല ഇന്ന് വരെ. അടുത്തുള്ള വീട്ടുകാർ കുറച്ചാൾ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും അവരെ ഇത്രയും നാളിന് ശേഷം പിന്നെ അവരെ അഡ്രസ്സ് ഇല്ല. വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളടക്കമുള്ള 4 അംഗ കുടുംബമാണ് ഇവിടെ കഴിയുന്നത്. ആലത്തൂർ വില്ലേജിലെ കാടുകയറി കിടക്കുന്ന സ്ഥലവും തകർന്ന വീടും ആരുടേതാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. 10 വർഷത്തിനിപ്പുറം ആരും ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് സരിതയും അയൽവാസികളും പറയുന്നു. ഇവരുടെ കുടുംബത്തിന് മാത്രമല്ല പരിസരവാസികൾക്കാകെ ജീവന് ഭീഷണിയുള്ള സ്ഥലത്തെ കാട് വെട്ടിയൊതുക്കാൻ മാള പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ കാടുകയറി കിടക്കുന്ന സ്ഥലങ്ങൾ പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ വെട്ടിയൊതുക്കാൻ പഞ്ചായത്തുകൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള.
ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം രാജ്യത്ത് സംരക്ഷിക്കപ്പെടണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട അരിപ്പാലത്ത് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, പി ടി ജോർജ്, ജോമോൻ ജോൺസൺ, ചേലക്കോട്ട് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രളയമുണ്ടായത് പീച്ചി ഡാം മാനേജ്മെന്റിന്റെ പാകപ്പിഴവുകൾ മൂലമാണെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത് നൽകിയ പരാതിക്കുള്ള മറുപടിയിലാണ് കേസെടുക്കാനാകില്ലെന്ന് കമ്മീഷണർ അറിയിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തെളിവോ സാക്ഷിമൊഴികളോ ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ മറുപടിയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ അശാസ്ത്രീയമായി 74 ഇഞ്ച് തുറന്നുവിട്ടത് മൂലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച് സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ റൂൾ കർവ് പാലിക്കാത്തതാണ് ഡാം 74 ഇഞ്ചായി പെട്ടെന്ന് തുറക്കേണ്ടി വന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം പീച്ചി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാകപ്പിഴയാണ് പ്രളയം ഉണ്ടാക്കാൻ ഇടയാക്കിയതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ തൊടുന്യായങ്ങൾ പറഞ്ഞ് പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു. മാള കുരുവിലശ്ശേരിയിൽ ക്ഷേത്രത്തിലേക്ക് പോയ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ ഒരാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം മാലംകുളം വീട്ടിൽ മുഹമ്മദ് അമീറാണ് അറസ്റ്റിലായത്. മാല നഷ്ടപ്പെട്ട കുരുവിലശ്ശേരി സ്വദേശിനി ചൂണ്ടങ്ങാപ്പറമ്പിൽ ശൈലജ പ്രതിയെ തിരിച്ചറിഞ്ഞു. 1-ാം തീയതി വൈകിട്ടായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ച സ്കൂട്ടറിലെത്തിയാണ് മാല പൊട്ടിച്ചത്. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മുഹമ്മദ് അമീറിനെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരത്ത് 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് പണം കവർന്നു. 7000 രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. SNDP യോഗത്തിന് കീഴിലുള്ള ശ്രീനാരായണപുരം 5-ാം പരുത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ മറച്ച ശേഷമാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന പണവും മറ്റ് വഴിപാടുകളും എടുത്തു മാറ്റിയിരുന്നു. മോഷ്ടാവിന്റേതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തടവുകാർക്ക് പഠനത്തിന് സൗകര്യമൊരുക്കി വിയൂർ സെൻട്രൽ ജയിൽ. വിവിധ കോഴ്സുകളെക്കുറിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രതിനിധി തടവുകാർക്ക് വിശദീകരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ തടവുകാർക്ക് പുറമെ വിദേശികളായ തടവുകാരും ക്ലാസിൽ പങ്കെടുത്തു. തടവുകാർക്ക് പാഠപുസ്തകങ്ങളും പരീക്ഷാ ഫീയും പൂർണ്ണമായും സൗജന്യമാണ്. വിയൂർ ജയിലിൽ തന്നെ പരീക്ഷാ സെന്ററുമുണ്ട്. ഇഗ്നോ കൊച്ചി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രസീത ഉണ്ണികൃഷ്ണൻ, ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1138 പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കണക്ക് പ്രകാരം വിയൂർ സെൻട്രൽ ജയിലിലുള്ളത്. ഇതിൽ ശിക്ഷാപ്രതികളായ 785 പേരിൽ 10% പേർ വിവിധ പാഠ്യപദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീട്ടുമതിലേക്ക് ഇടിച്ചുകയറി. വടക്കൻ സൈമന്റെ വീട്ടുമതിലേക്കാണ് ലോറി ഇടിച്ചുകയറിയത്. വീട്ടുമതിൽ പൂർണ്ണമായും തകർന്നു. ടോറസ് ലോറിയുടെ മുൻവശവും സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഓഡിറ്റോറിയത്തിന്റെ ബോർഡുകളും CCTV ക്യാമറയും തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റോഡ് 21 മീറ്ററിൽ വീതി കൂട്ടുന്നതിനെതിരെ വ്യാപാരികളുടെയും താമസക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. 4 വർഷത്തിനിടയിൽ 2 തവണ വികസനം നടന്ന റോഡ് വീണ്ടും വീതി കൂട്ടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, സമരസമിതി കൺവീനർ ബാബു മൊയലൻ, CR സുബ്രൻ, തമ്പി വിയത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പുങ്ങുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. സമഗ്ര അന്വേഷണം വേണമെന്ന UDF-ഉം LDF-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ.
അറസ്റ്റും ഭീഷണിയും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തെ മോദി ഭരണകൂടത്തിന് തടയാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം 4-5 വർഷമായി വർദ്ധിച്ചു വരികയാണെന്നും വി.ഡി. സതീശൻ. കോൺഗ്രസ് നേതാവ് MP ജാക്സണെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറോളം സ്തംഭിച്ച ദേശീയപാത അമ്പലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. റാപ്പർ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. പെരുവലൂർ പൂച്ചക്കുന്നിൽ വീട്ടമ്മ ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പുവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. പുലിപ്പേടിയിൽ അതിരപ്പിള്ളിയും സമീപ പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർക്കുന്നിൽ വീട്ടിലെ CCTVയിൽ പുലിയുടേതാണെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.